ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ചൈനാഗ്രാസും ജെലറ്റിനൊന്നും ചേർക്കാതെ 3 ലെയറിലായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് പെരുന്നാളിനായാലും അല്ലെങ്കിൽ പാർട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഇതുപോലെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്കൊരു 1/2 ടീസ്പൂണ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. എൻ്റെ കയ്യിലിപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തീർന്നു പോയിട്ടോ, അതുകൊണ്ട് ഞാൻ സാധാരണ കോഫി പൗഡർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹോട്ട് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. ഞാനിവിടെ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അധികം മധുരമില്ലാത്ത ബിസ്ക്കറ്റ് എടുക്കാം. ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ മാരി ബിസ്ക്കറ്റൊക്കെ എടുക്കാം കേട്ടോ. അതായത് ഇതുപോലെയുള്ള ബിസ്ക്കറ്റ്. ഇനി പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കോഫി ചൂടോടെ തന്നെ വേണം കേട്ടോ, ചൂടാറാൻ പാടില്ല. ഇനി നമ്മൾ ഓരോ ബിസ്ക്കറ്റും എടുത്തിട്ട് ഈ ഒരു ചൂടുള്ള കോഫിയിലൊന്ന് മുക്കിയതിന് ശേഷം ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ ബിസ്ക്കറ്റും ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ ഗ്യാപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ നമുക്ക് പിന്നെ ബിസ്ക്കറ്റിൻ്റെ പീസ് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ്. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത ലെയർ സെറ്റാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ചൂട് കട്ടിയുള്ള ഒരു പാൻ തന്നെയാണ് കേട്ടോ. ഇതുപോലൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്കൊരു 5 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു പഞ്ചസാര കാരമലായി വരണം കേട്ടോ. ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സാവധാനം കാരമലാക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പഞ്ചസാര പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് കയ്പ്പ് വരും. അപ്പോൾ കാരമൽ ആക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതാ പഞ്ചസാര ഇവിടെ പതുക്കെ മെൽറ്റായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് മെൽറ്റാവുന്ന സമയത്ത് തവി വെച്ചിട്ടൊന്നും അങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതായത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ കംപ്ലീറ്റ് പഞ്ചസാരയും മെൽറ്റായി വന്നോളും. എന്നിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം കേട്ടോ. ഇത്രയും കളർ പോരാ, ഇതിൻ്റെ ഒന്നും കൂടെ കളറായി വന്നിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാൻ. കാരണം പഞ്ചസാര ഒരുപാട് അങ്ങ് കളറ് മാറിപ്പോയാൽ കയ്പ്പരസം വരും നമ്മുടെ സോസിന്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പോൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഡാർക്ക് കളർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലെയിമിൽ നിന്ന് പാനൊന്ന് പൊക്കി പിടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ കറക്റ്റ് കളറിൽ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ സോസ് എത്രത്തോളാണോ തിക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ലൂസ് വേണ്ടത് അതിനനുസരിച്ചിട്ടൊക്കെ കൂട്ടിയും കുറച്ചിട്ടൊക്കെ ഫ്രഷ് ക്രീം ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയിട്ട് സോസ് കുറച്ച് കട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ക്രീമെല്ലാം മിക്സായി വന്നപ്പോൾ കുറച്ച് തിക്കായിട്ട് തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഫ്രഷ് ക്രീം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ലൂസാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അത് തണുത്ത് കഴിഞ്ഞാലും കുറച്ചൊന്ന് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബട്ടർസ്കോച്ച് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിട്ട് വരട്ടെ. നല്ല ചൂടിൽ തന്നെ നമ്മൾ ഇത് ബിസ്ക്കറ്റിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയറായിട്ട് കൊടുക്കുന്നില്ല. ഒന്ന് ചൂടാറി വന്നതിന് ശേഷം അതുപോലെ ഒന്ന് കുറച്ച് നേരം ഇളക്കി വന്നാൽ ഒന്ന് ചൂടാറിയിട്ട് വരും. അങ്ങനെ ചൂടാറി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ മുകളിൽ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലെയർ. അപ്പോൾ സോസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ എല്ലാ ഭാഗത്തും നിരത്തി കൊടുക്കുക കേട്ടോ. ഒരേപോലെ തിക്നെസ്സിൽ തന്നെ സോസ് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. പിന്നെ കുറച്ച് സോസ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫൈനലായിട്ടുള്ള ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരുപാടൊന്നുമില്ല. അതായത് ഇത്രയും 1 ടേബിൾ സ്പൂണോളം സോസ് മാത്രമേ ഉള്ളൂ. ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കി ഉള്ളത് മുഴുവൻ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ വെക്കാം. പെട്ടെന്ന് സെറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാം കേട്ടോ. അപ്പോൾ അത് പെട്ടെന്നൊന്ന് സെറ്റായിക്കോളും. അല്ലെങ്കിൽ കുറച്ച് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമ്മുടെ പുഡിങ്ങിൻ്റെ ലാസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് പകരം വേണമെങ്കിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. കണ്ടൻസ്ഡ് മിൽക്കോ പാൽപ്പൊടിയോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ വെറുതെ പാൽ മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതുണ്ടാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പാലൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ചേർത്തതുകൊണ്ട് ഇതിൽ മധുരം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം മുഴുവനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ രണ്ടും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഞാൻ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ കോൺഫ്ലവർ ഒട്ടും കട്ടയില്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ തന്നെ കോൺഫ്ലവർ പാലിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ചൂടായിട്ടുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. കോൺഫ്ലവറിൻ്റെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്താൽ പിന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. കോൺഫ്ലവർ ഒഴിച്ച് ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും ഇതാ അത്യാവശ്യം നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടെ കട്ടിയായിട്ട് വരും. അപ്പോൾ അതാ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് ഇതുപോലെ ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇളക്കിക്കൊണ്ടിരുന്നിട്ടില്ലെങ്കിൽ ഇതിലിങ്ങനെ കട്ടയായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ചൂടാറുന്നത് വരെ, ഒരുപാട് ചൂടാറണ്ട, എന്നാൽ ഒരു ഇളം ചൂട് ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് ഇതുപോലെ തന്നെ ഇളക്കിയിട്ട് ഒന്ന് പെട്ടെന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ചൂടാറി വരുമ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയപ്പോൾ ഇത്രത്തോളം തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. കട്ടയൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിങ്ങനെ കട്ടയായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നതിന് ശേഷം, ഒരുപാട് ചൂട് ആറണ്ട, എന്നാൽ ചെറുതായിട്ടൊരു ചൂടുണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചൂടാറി വന്നതിന് ശേഷം നമുക്കിതാ ഈ ഒരു നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രീസറിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ സ്പാറ്റിൽ വെച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗവും ഒരുപോലെ നിരത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഓരോ ഡോട്ടാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇതിൽ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്താഷ്യൂ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം നല്ല തണുപ്പോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് കറക്റ്റായിട്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്